ബിജെപിക്കും നരേന്ദ്രമോദി സർക്കാരിനും കനത്ത തിരിച്ചടി പ്രവചിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന ജമ്മു കശ്മീർ എക്സിറ്റ് പോൾ ഫലങ്ങൾ. താഴ്വരയിൽ ബിജെപിയുടെ തണ്ടൊടിക്കുന്നതായിരുന്നു ഫലപ്രഖ്യാപനവും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പെന്ന നിലയിലും ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന 370-ാം വകുപ്പ് റദ്ദാക്കിയ ശേഷമുള്ള പ്രഥമ തിരഞ്ഞെടുപ്പെന്ന നിലയിലും ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പ് ഫലം ഏറെ നിർണായകമായിരുന്നു. ആകെ 90 സീറ്റുകളാണ് സംസ്ഥാനത്തുള്ളത്. ജമ്മുവിൽ 43 സീറ്റുകളും കശ്മീരിൽ 46 സീറ്റുകളും. 46 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം. സംസ്ഥാനത്ത് ലഫ്റ്റനന്റ് ഗവർണർക്ക് 5 പേരെ നാമനിർദ്ദേശം ചെയ്യാൻ അധികാരമുണ്ട്. 2 സ്ത്രീകൾ, 2 കശ്മീരി പണ്ഡിറ്റുകൾ, പാക് അധീന കശ്മീരിൽ നിന്നും നാട് കടത്തപ്പെട്ട ഒരാൾ എന്നിങ്ങനെയാണ് നാമനിർദ്ദേശം ചെയ്യേണ്ടത്. നേരത്തെ ഡിലിമിറ്റേഷൻ കമ്മീഷൻ സംസ്ഥാനത്തെ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഇത്തരമൊരു അധികാരം ഗവർണർക്ക് നൽകിയത്. എന്നാൽ ബിജെപിയെ സഹായിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ് നീക്കമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. സംസ്ഥാനത്ത് കേവല ഭൂരിപക്ഷം മറികടക്കാൻ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് സാധിക്കുമെന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കിയത്. കോൺഗ്രസ് NCP സഖ്യത്തിന് ഭൂരിപക്ഷം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലം വന്ന ശേഷവും ജമ്മു കശ്മീരിൽ ബിജെപി സർക്കാർ ഉണ്ടാക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റും മുൻ ഉപമുഖ്യമന്ത്രിയുമായിരുന്ന നിർമ്മൽ സിംഗ് പ്രഖ്യാപിക്കുന്നത് ബിജെപിയുടെ ഈ കണക്കുകൂട്ടലുകളുടെ കൂടി ബലത്തിലാണ്. എന്നാൽ ഫലം വന്നപ്പോൾ JKN 43, BJP 28, INC 7, JKPDP 2, JPC 1 എന്നിങ്ങനെയായിരുന്നു ലീഡ്. ഇതോടെ നിരവധി പ്രോക്സികളെ നിർത്തി ജമ്മു കശ്മീരിന്റെ ജനഹിതം അട്ടിമറിക്കാനുള്ള ബിജെപിയുടെ തന്ത്രങ്ങൾ ഏശിയില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എക്സിറ്റ് പോളുകൾക്കപ്പുറത്ത് ഹരിയാനയിൽ ബിജെപി ശക്തി കേന്ദ്രങ്ങളായ നഗരമണ്ഡലങ്ങളിൽ പോളിംഗ് കുത്തനെ താഴ്ന്നതും ബിജെപി വിരുദ്ധ മണ്ഡലങ്ങളിൽ ശക്തമായ പോളിംഗ് നടന്നതും സംഘപരിവാറിന് തിരിച്ചടിയായി. ഗുസ്തി താരങ്ങളുടെ വിരോധവും കർഷകരുടെ രോക്ഷവും തൊഴിലില്ലായ്മ, വിലക്കയറ്റം എന്നിവയൊക്കെ ജാതി സമവാക്യങ്ങൾക്കപ്പുറം കോൺഗ്രസിന് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി മാറി. ജമ്മു കശ്മീരിൽ ഇതുവരെ ബിജെപിക്ക് തനിച്ച് ഭരിക്കാൻ സാധിച്ചിട്ടില്ല. 2014-ൽ PDPയുടെ പിന്തുണയോടെയായിരുന്നു സർക്കാർ അധികാരത്തിലേറിയത്. അതിന് പിന്നാലെ 2019-ൽ ബിജെപി പിന്തുണ പിൻവലിച്ചു. ഇതോടെ സർക്കാർ നിലംപൊത്തി. ഇക്കുറി സംസ്ഥാനത്ത് തനിച്ചാണ് ബിജെപിയും PDPയും പോരാടിയത്. ജമ്മുവിൽ മുഴുവൻ സീറ്റിലും കശ്മീരിൽ 19 സീറ്റിലും മാത്രമാണ് ബിജെപി മത്സരിച്ചത്. ജമ്മുവിൽ പരമാവധി സീറ്റ് നേടി കശ്മീരിൽ സ്വതന്ത്രരുടെ ചെറുപാർട്ടികളുടെയും പിന്തുണയോടെ ഭരണം പിടിക്കാമെന്ന ബിജെപിയുടെ കണക്കുകൂട്ടലുകൾക്കാണ് തിരശീല വീണിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടണിലെ ഓൾ ഐക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത്.